മനുഷ്യൻ കുറെ ഗമ കാണിക്കുന്നത് കൊണ്ട് വലിയവനായി കൊള്ളണം എന്നില്ല. ഗമ കാണിച്ചുകൊണ്ടല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്, താഴ്മയോടുകൂടിയാണ് ജീവിക്കേണ്ടത്. എപ്പോഴും വിട്ടുവീഴ്ചയുടെ മനസ്സും അതുപോലെ മറ്റുള്ളവർക്ക് സ്ഥാനം നൽകലും, ഞാൻ ഒന്നുമല്ല ആരുമല്ല എന്ന ചിന്തയും, ഈ ചിന്തയിലാണ് മനുഷ്യന്റെ മഹത്വം. അതാണ് ഇബാദുർ റഹ്മാനി അല്ലദീന യംശൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. അവർക്ക് ഇങ്ങോട്ടാരെങ്കിലും വിമർശിക്കുമ്പോ അതിന് 10 മടങ്ങ് തിരിച്ചു പറയണം എന്ന ചിന്തയൊന്നും ഉണ്ടാവില്ല. അവർക്കെല്ലാം അറിയുന്നവനാണ് അല്ലാഹു തആല. എന്റെ ഭാഗം അല്ലാഹുവിന്റെ അടുക്കൽ ക്ലിയർ ആകണം, അതാണ് അവരുടെ ചിന്ത. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നക ലാ തഖദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും ഫാസിൽഹി മാ ബൈനക വബൈന അല്ലാഹ് സുമ്മ ലാ തുബാലി ബിന്നാസ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നത് നിന്നെ കൊണ്ട് സാധിക്കൂല, അതിന്റെ ആവശ്യവും ഇല്ല. ഇന്നക ലാ തഖദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും, എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം, അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. ഫാസിൽഹി മാ ബൈനക വബൈന അല്ലാഹ്, നിന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള കാര്യങ്ങൾ നീ നന്നാക്കി വെക്കണം. നിന്റെ മനസ്സിൽ അഹങ്കാരമുണ്ടാകരുത്, നിന്റെ മനസ്സിൽ അസൂയ ഉണ്ടാകരുത്, നിന്റെ മനസ്സിൽ വൈരാഗ്യമുണ്ടാകരുത്, നിന്റെ മനസ്സിൽ ദുഷിച്ച ചിന്തകളൊന്നും ഉണ്ടാകരുത്. അതേപോലെ നിന്റെ മനസ്സിൽ വേറെ ആരോടും പകയും വിദ്വേഷവും ഉണ്ടാകരുത്, മറിച്ച് വളരെ താഴ്മയോടുകൂടിയുള്ള ജീവിതം. അതാണ് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ ജസാദിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ മേനികളെ അല്ല, അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ രൂപഭാവത്തിലേക്കല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹൃദയത്തിൽ മറ്റുള്ളവരെല്ലാം എന്നെക്കാൾ വലിയവരാണ്, മറ്റുള്ളവരെല്ലാം എന്നെക്കാൾ നല്ലവരാണ്, അവരുടെ ദുആ കൊണ്ട് ഞാൻ രക്ഷപ്പെടണം, അവരുടെ പൊരുത്തം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയണം. ഈ ഒരു ചിന്തയിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. താഴ്മയാണ് മുഅ്മിനായ മനുഷ്യന്റെ, മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വം. താഴ്മയിലാണ്, അഹങ്കാരത്തിലല്ല. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാ. അവൻ തീരുമാനിച്ചത് ആർക്കും തടയാൻ കഴിയില്ല, അവൻ തടഞ്ഞു വെച്ചത് വാങ്ങിത്തരാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അവൻ തീരുമാനിച്ചത് മാത്രമേ ഇവിടെ നടപ്പാവുകയുള്ളൂ. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ പ്രഖ്യാപനമാണ്. എല്ലാം അല്ലാഹുവിങ്കിൽ നിന്ന്. നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു, ഹയ്യ അലൽ സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. അപ്പോൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നിസ്കരിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല, നിസ്കാരത്തിന് വരാനുള്ള കഴിവും ഇല്ല, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവും ഇല്ല. അല്ലാഹുവേ, നിന്റെ വീട്ടിലേക്ക് നിന്റെ പ്രതിനിധികൾ വിളിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കതിനൊന്നും കഴിവില്ല. നീ കഴിവ് തരാതെ നിസ്കരിക്കാൻ കഴിയില്ല, നീ കഴിവ് തരാതെ ഇൽമു പഠിക്കാൻ കഴിയില്ല, നീ കഴിവ് തരാതെ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുകൊണ്ട് നിസ്കരിക്കാനുള്ള കഴിവ് നീ തന്നെ തരണം, നിസ്കരിക്കാനുള്ള തൗഫീഖ് നീ തന്നെ തരണം, എല്ലാ സൽകർമ്മത്തിലും നീ തന്നെ കഴിവ് തരണം, എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന താഴ്മയുടെ സമ്മതമാണ് വാസ്തവത്തിൽ ആ സമയത്ത് നമ്മൾ പറയുന്നത്. അല്ലാഹുവിന് മാത്രമാണ് എന്തിനും കഴിവുള്ളത്. അല്ലാഹുമ്മ ഇന്നക തഖ്ദിറു വലാ അഖ്ദിറു, اللهم إني أستقدرك لأنك تقدر ولا أقدر. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ കാണാം, അല്ലാഹുവേ, നിന്നോട് കഴിവ് തേടുന്നു, കാരണം നീ കഴിവുള്ളവനാണ്, എനിക്കൊന്നിനും കഴിയില്ല. എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു അത്തരത്തിൽ വിനയാന്വിതരായി ജീവിക്കുന്നവർക്ക് ഒരുപാട് കഴിവുകൾ കൊടുക്കുന്നുണ്ട്, അതവന്റെ അധികാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണാത്തത് കാണാനുള്ള കഴിവ് ചിലപ്പോൾ അവർക്ക് ലഭിച്ചു എന്ന് വരും, നമ്മൾ കേൾക്കാത്തത് കേൾക്കാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തു എന്ന് വരും, നമ്മളെ കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്ത പലതും അവരുടെ കൈകൊണ്ട് അള്ളാഹു സാധിപ്പിച്ചു എന്ന് വരും, നമ്മളെ കൊണ്ട് നടന്നു പോകാൻ കഴിയാത്ത പല സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് അവരെ എത്തിച്ചു എന്ന് വരും. അതൊക്കെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിനയാന്വിതരായി ജീവിക്കുക.